ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ എന്താ ചെയ്യേണ്ട, ഏതാ ചെയ്യേണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ മഞ്ജരി? കുറച്ചു നാളത്തേക്ക് ഒളിവിൽ പോവാൻ നീ അയാളോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല ആന്റി, അയാളെ വിളിച്ചിട്ടൊന്നും ഫോൺ കിട്ടുന്നുണ്ടായിരുന്നില്ല. ശരി, എന്നാ ഇപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് അയാളോട് എവിടെയെങ്കിലും ഒളിക്കാൻ പറ. ഫോൺ ചെയ്യ്. അയാളെന്തേ ഫോൺ എടുക്കുന്നില്ല ആന്റി? ഇനിയിപ്പൊ ഇയാള് കാരണം നമ്മൾ പെടും തോന്നല്ലോ. എന്തെങ്കിലും ചെയ്യണ്ടേ ആന്റി? അവനെ മേഘനെ പിടികൂടരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാ മഞ്ജരി? ആ കള്ളം കാരണം ഞാൻ എന്തുമാത്രം വേദന അനുഭവിക്കുന്നേ. ഇന്ന് അവന് വിടുന്ന പ്രശ്നമില്ല. ഇവനെ കൊണ്ട് ഇന്ന് കാര്യങ്ങൾ തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കണം. എന്നാലേ ഇനിയെങ്കിലും മിഥുനേട്ടന്റെ അമ്മ എന്നെ വിശ്വസിക്കൂ. ഹലോ ഹലോ, ഞാനിപ്പോ നീ പറഞ്ഞ രണ്ടാം വാർഡിൽ തന്നെ ഉണ്ട്. ഇപ്പൊ എക്സാക്ട് എവിടെയാണെന്ന് പറ. ഞാനിപ്പോ അവിടുന്ന് 3rd വാർഡിലേക്ക് കടന്നു വച്ചാ. ആ ഓട്ടോയുടെ പിറകെ തന്നെ ഉണ്ട് ഞാൻ. ശരി മോളെ, ഞാനും അങ്ങോട്ടേക്കാ വന്നോണ്ടിരിക്കുന്നത്. ഓക്കെ എന്നാ. ശരി, വെച്ചോ വച്ചാ. ചേട്ടാ, ഈ ഓട്ടോയിൽ ഒരാളുണ്ടായിരുന്നില്ലേ? അയാൾ എവിടേക്ക് പോയേ? അയാള് 2ാം വാർഡ് തിരിയുമ്പോ തന്നെ ഇറങ്ങിപ്പോയില്ലേ ചേച്ചി? ഇറങ്ങിപ്പോയെന്നോ? അതെ ചേച്ചി, ആ 2ാം വാർഡിൽ എവിടെ എവിടെയും കാണും. അതിനിടയ്ക്ക് അയാൾ മുങ്ങിക്കളഞ്ഞല്ലോ. മേഘനെ, എവിടെ അയാള്? പിടിച്ചോ? അയാൾ ഇടയ്ക്ക് വെച്ച് മുങ്ങി. ഇടയ്ക്ക് വെച്ച് മുങ്ങിയെന്നോ? അതെ, മുങ്ങി അച്ഛാ. ഷോർട്ട് കട്ടിലൂടെ കയറി അയാളെ പിടിക്കാന്ന് കരുതിയതായിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ അയാൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിക്കളഞ്ഞെന്ന്. ഇനി എവിടെ ചെന്നാ അയാൾ അന്വേഷിക്കുക? സോറി അച്ഛാ, അച്ഛൻ എന്നോട് ക്ഷമിക്ക്. കാര്യമില്ലാതെ അച്ഛൻ ഇവിടം വരെ വിളിച്ചു ബുദ്ധിമുട്ടിച്ചു. ഇതിന് സോറിയൊക്കെ എന്തിനാ മേഘനെ? അയാൾ ഇനിയും നമ്മുടെ കൺവെട്ടത്ത് വരും. അന്ന് നമുക്ക് അയാളെ അടപടലം പിടികൂടണം. പോകുന്ന വഴിയെല്ലാം നീ ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഇന്ന് പോയത് പോട്ടേന്ന് വെക്കാം. നിന്റെ തലയ്ക്ക് ഓളമാണോ? കാർഷിക വസ്ത്രവും രുദ്രാക്ഷവും ഇല്ലാതെ നിന്നോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ? എപ്പോഴും കാഷായം അണിഞ്ഞോണ്ട് നടന്ന എന്റെ വയറ് നിറയോ മാഡം? വയറ് നിറയ്ക്കാൻ വേണ്ടുന്ന പണം ഞങ്ങൾ നിനക്ക് തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിന്റെ കേടാ തനിക്ക്? അതൊക്കെ എങ്ങനെ തികയാനാ മാഡം? ഒരാഴ്ച തുടർന്ന് ബാറി കയറിയ പിന്നെ ഒരു നയാ പൈസ ഉണ്ടാവൂല. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മോഷണോ പിടിച്ചോറിയോ വല്ലതും നടത്തിയാലേ എന്റെ കാര്യം മുന്നോട്ട് പോകും. എവിടുന്ന് വരുന്നു താനൊക്കെ? അഴിച്ചുവിട്ട തെരുവ് പട്ടിയെ പോലെ കറങ്ങുന്നതുകൊണ്ടാ ആ മേഘനെ നിന്നെ കണ്ടത്. തന്നെ പിടികൂടാനായിട്ട് ആ മേഘന പുറകെ വരുന്നുണ്ടായിരുന്നു. ആ ഇൻഫർമേഷൻ ഞങ്ങക്ക് കിട്ടിയതുകൊണ്ടാണ് ഓടി വന്ന് തന്നെ രക്ഷപ്പെടുത്താൻ ഞങ്ങക്ക് കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ മേഘനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയേനെ. നേരെ കൊണ്ടുചെന്ന് നിന്നെ അവള് ആ അരുണിമാന്റെ മുന്നിൽ കൊണ്ടിടും. പിന്നെ തന്നെ ജീവനോടെ തിരിച്ചു കിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കാര്യം അപ്പൊ അവിടെ തന്നെ കഴിഞ്ഞാനെ. ആ മേഘന CID ഓഫീസറെ പോലെ എന്നെ ഫോളോ ചെയ്യുന്ന ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ അതിനപ്പുറം ചെയ്യും. കഴുകന്റെ കണ്ണുമായിട്ട് തെറ്റും തെറ്റായ ആൾക്കാരെയും പിടികൂടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കും അവള്.
അതിനിടയ്ക്ക താനും അവളുടെ മുന്നിൽ ചെന്ന് പെട്ടത്. ശരി, അത് വിട്. ഇനിയെങ്കിലും കുറച്ചു നാളത്തേക്ക് ആരുടെ കണ്ണി പെടാതെ കഴിഞ്ഞോണം. ഇത് കയ്യിലിരിക്കട്ടെ. അറിയാവുന്ന ആരുടെയും മുമ്പിൽ ചെന്ന് പെടാതിരിക്കാനാണ് ഈ കാശ് തരുന്നത്. മറിച്ച് വല്ലത് സംഭവിച്ചാ പിന്നെ ഞങ്ങൾ നിന്നെ ജീവനോട് വിടില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇല്ല മാഡം, ഇനി എന്നെ ഇവിടെ എങ്ങും ആരും കാണൂല മാഡം. ഓ മൈ ഗോഡ്, ഇന്ന് നമ്മൾ കണി കണ്ടത് ഭാഗ്യമുള്ള ആരെയാണെന്ന് തോന്നുന്നു ആന്റി. അതുകൊണ്ടാ ഇവനെ മേഘനെ പിടിക്കും മുമ്പ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്ക്, എല്ലാ കളിയും വെളിച്ചു താവുമായിരുന്നു. ഇവനെ പിടിച്ച് 4 എണ്ണം കൊടുത്താ തത്ത പറയും പോലെ നമ്മുടെ കാര്യം അവൻ പറയും. ശരിയാ മഞ്ജരി, നമ്മുടെ നേരെ നന്നായോണ്ട് അവൻ പിടിക്കപ്പെടാഞ്ഞ്. ഇവൻ പുറത്തിറങ്ങി നടക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ. ചെയ്യാം, വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കും. രാജേശ്വരി മോനുമായിട്ട് വരാന്ന് പറഞ്ഞതാണല്ലോ. ഇതുവരെ എത്താത്തത് എന്താ? പ്രിയമതേ, രാജേശ്വരി, നിന്നെയും കാത്തിരിക്കായിരുന്നു. സുഖാണോ സന്തോഷ്? സുഖമാണ്. വരൂ. ചേച്ചി, ജയദേവേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. രാജേശ്വരി, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷങ്ങൾ തന്നെ. എന്താ നേരം വെളുത്തപ്പോ തന്നെ മോനുമായിട്ട് ഈ വഴിക്കൊക്കെ? അതൊക്കെ പറയാന്നേ. ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം സമാധാനത്തിൽ കാര്യം പറയാം. ശരിയെന്നാ, നിങ്ങൾ ഇരിക്കെ. ഇനി പറഞ്ഞോളൂ, എന്താ കാര്യം? ഞാൻ പറയാം ചേച്ചി, ഞാനും രാജേശ്വരിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ചേച്ചിക്ക് അറിയാലോ. ഇനി ആ സ്നേഹബന്ധം കുടുംബ ബന്ധമാക്കി മാറ്റിയാലോ എന്ന് ആലോചിക്കായിരുന്നു. നീ എന്തെന്നാ പറഞ്ഞു വരുന്നത് പ്രിയമതേ? രാജേശ്വരിക്ക് ഒരു മോനും മോളും ഉണ്ടല്ലോ, അതുപോലെ എനിക്കും വിവേക്കും സഞ്ജനയും. സഞ്ജനയെ രാജേശ്വരിയുടെ വീട്ടിലെ മരുമകളാക്കിയിട്ട് രാജേശ്വരിയുടെ മകളെ എന്റെ മരുമകളാക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പെണ്ണ് കൊടുത്ത് പെണ്ണെടുത്ത് 2 കുടുംബങ്ങളും തമ്മിൽ ഒരു ബന്ധുത്വം സ്ഥാപിക്കാന്ന് കരുതി. ശരിയാണ് അരുണിമേ. സഞ്ജനയും സന്തോഷം തമ്മില് എല്ലാ തരത്തിലും പൊരുത്തമുണ്ട്. അതുപോലെ എന്റെ മോളും വിവേകും തമ്മില് സെറ്റാവുന്നാ തോന്നുന്നേ. അതുകൊണ്ടാ ഞങ്ങക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു മോഹം തോന്നിയേ. നീ എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ, നല്ലൊരു കാര്യല്ലേ ഇത്. സത്യത്തിൽ വിവേകിനും സഞ്ജനയ്ക്കും ഇതുപോലൊരു ബന്ധം ഞങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അരുണിമ പറഞ്ഞത് ശരിയാണ് രാജേശ്വരി. നന്ദൻ ഫാമിലിയായിട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കുടുംബമാണ് നിങ്ങളുടേതും. കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ നമുക്ക് ആ കല്യാണം അങ്ങ് ഉടനെ തന്നെ നടത്താം. സഞ്ജന, നിന്റെ ടെൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കല്യാണശേഷം പഠിക്കുന്നത് എങ്ങനെയാണെന്നായിരിക്കും അല്ലേ? നിനക്ക് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷവും നിന്റെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. ഐ ആം ദെയർ ടു സപ്പോർട്ട് യു. സഞ്ജന, കല്യാണം കഴിക്കാൻ പോകുന്ന ആള് തുറന്നു പറഞ്ഞു. എന്നിട്ട് നിനക്കെന്തോ ഒരു ടെൻഷൻ? സഞ്ജനയുടെ മുഖത്തിന് എന്തോ ഒരു തെളിച്ചില്ലാത്ത. ഈ കല്യാണത്തിന് അവൾക്ക് താല്പര്യമില്ലേ? ചെറിയമ്മ അവളെ നിർബന്ധിക്കുന്നതാണോ? നീ ഒന്നും ആലോചിക്കണ്ട. പൊന്നു പോലത്തെ ചെക്കനാ, നല്ല കുടുംബവും. ഇനിയുള്ള കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മിഥുൻ, നീ എന്താ ഒരു അഭിപ്രായം പറയാത്തെ? ഞാനിതിൽ എന്ത് പറയാൻ ആന്റി? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനും തീരുമാനം എടുക്കാനും
മോം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മോം എന്തു പറഞ്ഞാലും ഞങ്ങളെല്ലാം അതനുസരിക്കും. മോം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഇവിടെ ആരും എതിര് നിൽക്കാറില്ല. അങ്ങനെയാണെങ്കിൽ അരുണിമ സമ്മതം പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ കല്യാണത്തിന് യാതൊരുവിധ തടസ്സം ഉണ്ടാവില്ലെന്ന് കരുതാല്ലേ? ഓക്കെ ആന്റി, നിങ്ങൾ സംസാരിച്ചിരിക്കെ. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഞാനിന്ന് ഇറങ്ങാണേ. അഞ്ജലി, ലെറ്റ്സ് ഗോ. ഓക്കെ മിഥുൻ, ബൈ ഹർഷിനി, ബൈ ആന്റി. എത്ര നേരം ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഇതുവരെ കാണുന്നുമില്ല. അയ്യോ, ചാരു ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ വിളിക്കാന്ന് കരുതി ഞാനും മറന്നു. ഹലോ ചേച്ചി. ഹലോ ചാരു, നീ ഫോൺ ചെയ്തിരുന്നല്ലേ? അതെ, ചെയ്തിരുന്നു. 2 വട്ടം വിളിച്ചു നോക്കി. ചേച്ചി എന്താ ഫോൺ എടുക്കാഞ്ഞ്? ഒന്നുമില്ല ചാരു, വീട്ടില് വിരുന്നുകാരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ എന്തിനാ വെറുതെ എന്ന് കരുതി എടുക്കാതിരുന്നതാ മോളെ. ആരാ വിരുന്നുകാർ ചേച്ചി? എന്താ വിശേഷിച്ച്? വിവേകിനും സഞ്ജനയ്ക്കും പ്രിയമത ചെറിയമ്മ ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവര് വന്നേ. എന്ത്? വിവേകിന് കല്യാണാലോചനയാണെന്നോ? അതേ ചാരു, ചെറിയമ്മയുടെ കൂട്ടുകാരിയുടെ മോള. അവര് രണ്ടുപേരും കൂടി തീരുമാനിച്ചതാന്ന് തോന്നുന്നു. അതുപോലെ അവരുടെ മകനെ സഞ്ജനയെ കൊണ്ട് കെട്ടിക്കാനും പ്ലാനുണ്ട്. പെണ്ണ് കൊടുത്ത് പെണ്ണെടുക്കുന്ന തരത്തിലൊരു കല്യാണം ചാരു. അങ്ങനെയാണെങ്കിൽ വിവേകിന്റെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് അർത്ഥമല്ലേ? ഉറപ്പിച്ച പെണ്ണ് പെട്ടെന്ന് നടക്കും. കല്യാണമൊക്കെ സ്വർഗത്തിൽ വെച്ച് തീരുമാനിക്കുന്നതല്ലേ. എല്ലാം ഒത്തുപോയാ അടുത്ത മാസം തന്നെ നടത്തിയേക്കും. അവരുടെയൊക്കെ മനസ്സിൽ എന്താന്ന് അറിയില്ലല്ലോ. എല്ലാവരും കൂടി ചേർന്ന് ആലോചിച്ചൊരു തീരുമാനത്തിൽ എത്തുമായിരിക്കും. നന്നായി ചേച്ചി, നല്ലൊരു കാര്യം ചേച്ചി എന്നെ അറിയിച്ച്. അവരുടെയൊക്കെ മനസ്സിൽ എന്താണുള്ളതെന്നും എങ്ങനെയൊക്കെ ആലോചിക്കുന്നുള്ളതും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതിരിക്കട്ടെ ചാരു, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഒന്നുമില്ല ചേച്ചി, ചുമ്മാ സംസാരിക്കാന്ന് വിചാരിച്ച് വിളിച്ചതാ. എന്നാ പിന്നെ ഞാൻ വെച്ചോട്ടെ, പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചാ മതിയോ? ആയിക്കോട്ടെ ചേച്ചി. മേഘനയാണോ സംസാരിച്ചേ? വിവേകിന് കല്യാണമാണോ? അതേന്നാ പറഞ്ഞ്. ഒരാലോചന വന്നിട്ടുണ്ട്. കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാത്ര. കേട്ടില്ലേ മമ്മി? അപ്പൊ ഇനി എന്റെ സ്വപ്നം തകർന്ന പോലെയല്ലേ? മമ്മിയെ വിശ്വസിച്ച് വെറുതെ ഇരുന്ന് എന്നെ വേണം പറയാൻ. അങ്ങനെ പറയില്ലേടി. ചാരു പറയുന്നതാണോ അവിടുത്തെ അവസാന വാക്ക്? ഏതോ ഒരു ആലോചന വന്നിട്ടുണ്ടാവും. പ്രിയംവതിയോട് സംസാരിച്ചോളാം, വിവേകിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളാം, നന്ദൻ ഫാമിലിയായിട്ട് ബന്ധുത്വം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വെറുതെ മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നീ എല്ലാം കൊളായില്ലേ? ഇനി എന്ത് ചെയ്യും? പ്രിയംവതയുടെ മോന് അവരേതെങ്കിലും കോടീശ്വരന്റെ മോനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പ്രിയംവത ഷടപടയെന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ. മമ്മിക്ക് സ്വപ്നമില്ല, സ്വപ്നം കണ്ടവരുടെ മനസ്സിനെ കുറിച്ചും അറിയണ്ട. ഓരോന്ന് പറഞ്ഞു മോഹിപ്പിച്ച് എന്നെ അവസാനം ഒരു ഭ്രാന്തിയാക്കിയെന്ന് മാത്രം. അങ്ങനെയൊന്നും പറയല്ലേടി. വീട്ടിലുണ്ടാക്കുന്നതെല്ലാം ഒറ്റയ്ക്ക് വാരി വലിച്ച് തിന്നുന്നല്ലോ എന്നുള്ള വിഷമമല്ലാണ്ട് നീ എന്റെ ജീവനാടി മോളെ. മമ്മി, അതിനിടയ്ക്ക് ഞാൻ കഴിക്കുന്നതാണോ പ്രശ്നം? ഒന്ന് അടങ്ങടി. നമ്മുടെ വഴക്കൊക്കെ അവിടെ നിക്കട്ടെ. ചുമന്നു പറ്റ മോളെ സ്നേഹിക്കാത്ത ഏത് അമ്മയാടിയുള്ളത്? എന്റെ ലോകം മൊത്തം നീയല്ലേ. ആ ലോകത്ത് പ്രതീക്ഷിച്ച മാത്രം പോരാ, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാൻ വേണം. അമ്മയാവുമ്പോ മോൾക്ക് വേണ്ടി മരിക്കാനും കൊല്ലാനും വരെ തയ്യാറാവണം മമ്മി. ശാലു, നീ എന്നെ കുറിച്ച് ഒത്തിരി അങ്ങ് ആലോചിച്ച് കൂട്ടിയിരിക്കാണെന്ന് തോന്നുന്നല്ലോ. മോളാണെന്ന് കരുതി കൊല്ലാനും കൊല്ലിക്കാനും ചാവാനൊന്നും ഞാനില്ലേ. ഇതാണോ മമ്മിക്ക് മോളോടുള്ള സ്നേഹം? നീ ഒന്ന് അടങ്ങടി. ഇപ്പോഴല്ലേ കാര്യം അറിഞ്ഞേ. ഇനി ആ പ്രിയംവതയുടെ കട്ടയും പടവും മടക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ഇന്ന് തന്നെ അവിടെ ചെന്ന് ഞാൻ അവളോട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. സത്യമായിട്ട് സംസാരിക്കോ? നീയാണ് സത്യം. ഇനി തലത്തോട്ട് സത്യം ചെയ്യണോ? എന്റെ തലത്തോട്ടാ സത്യം ചെയ്തേ. അസത്യം എങ്ങാനാണെങ്കിൽ ഞാൻ ചത്തുപോകും. എന്നെ ഒന്ന് വിശ്വസിക്കടേ. എന്തൊരു കഷ്ടം ഇത്.
ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഗുഡ് മാഡം. മോർണിംഗ്. Good morning, sir. Good morning, sir. ഗുഡ് മോർണിംഗ്. യാ, ഗുഡ് മോർണിംഗ്. മഹേഷ്, മേഘനന്ദിയോടൊന്ന് ക്യാബിനിലേക്ക് വരാൻ പറയൂ. ഓക്കെ സാർ. മിഥുൻ ഇപ്പൊ എന്തിനാ മേഘയെ വിളിക്കുന്നേ? ഒരു ചെറിയ ജോലിയുണ്ട് മഞ്ജരി. മേ കമിൻ സർ? യാ കമിൻ മേഘനന്ദ. പറയൂ സർ. അതൊന്നുമില്ല മേഘനന്ദ, കഷ്ടപ്പാട് ഒരിക്കലും വൃഥാവിലാവരുത്. നമ്മുടെ കഴിവുകൾ എപ്പോഴും അംഗീകരിക്കപ്പെടുകയും ചെയ്യണം. ഇതാണ് എൻ്റെ മെയിൻ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരെ ഞാൻ ബഹുമാനിക്കുന്ന ആളാ. ടാലന്റ് ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ തന്റെ ആത്മസമർപ്പണം ഉണ്ടല്ലോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ തന്റെ ഉള്ളിൽ ഒരുപാട് ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തന്നെ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ തന്നെ ഞാൻ ഏൽപ്പിക്കാൻ പോവാ. ഈ ഫയലൊന്ന് പിടിച്ചേ. കഴിഞ്ഞ ദിവസം താൻ എഴുതിയ റിപ്പോർട്ടിനേക്കാൾ കുറച്ചുകൂടി വലിയ പ്രോജക്റ്റ് ആയത്. പഴയതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. ഞാൻ ശ്രമിക്കാം സർ. സാറിന്റെ എക്സ്പെക്ടേഷനൊത്ത് ഉയരാൻ ഞാൻ എന്നാലാവുന്നതെല്ലാം ചെയ്യാം. സാറിനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സാറ് പ്രതീക്ഷിക്കുമ്പോൾ തന്നെ ഫിനിഷ് ചെയ്ത് തരാം. താങ്ക് യു. യു ക്യാൻ ഗോ. മിഥുനേട്ടന് എന്നോടുള്ള വിശ്വാസം കൂടുമ്പോ എന്റെ ജോലിയും സ്ഥിരമാവും. ഇവിടെ തന്നെ തുടർന്നാൽ മിഥുനേട്ടന് ഏത് നേരവും എനിക്ക് രക്ഷിക്കാനും സാധിക്കും. മിഥുൻ, നീ അവൾക്ക് കൊടുത്ത ഫയൽ ആർക്കെ കമ്പനിയുടേതല്ലേ? അതെ മഞ്ജരി. ആ, അത്രയും വലിയ പ്രോജക്ട് ഇപ്പോഴേ മേഘയ്ക്ക് കൊടുത്ത എന്തിനാ? വൈ നോട്ട്? അത്രയും വലിയ പ്രോജക്ട് സാധാരണ ഡീൽ ചെയ്തിരുന്നത് ഞാനല്ലേ. ഇതെന്താ പുതുതായിട്ട് വന്ന പെണ്ണിന്? യുനോ മഞ്ജരി, നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമുക്കുള്ള എക്സ്പീരിയൻസിന്റെ ഒപ്പം നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ കഴിവും നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്നാൽ മാത്രമേ അവർക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാവൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമ്പനിയുടെ സക്സസും വളരും. ഡോണ്ട് വറി മഞ്ജരി, മേഘനന്ദ ആ പ്രോജക്റ്റ് തയ്യാറാക്കാൻ കേപ്പബിൾ ആണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വനജെ, എന്തു പറ്റി? എന്താ വല്ലാണ്ടിരിക്കുന്നേ? എന്ത് പറയാനാ മാഡം? വയ്യാഴ്ച വല്ലതും ഉണ്ടോ? എന്ത് പറയാനാ മാഡം, ഇവരുണ്ടാക്കുന്ന മുഴുവൻ ഇവരുടെ ഭർത്താവ് കുടിച്ചു മുടിക്കുക. മിക്കവാറും പട്ടിണിയായിരിക്കും. 1-2 ദിവസമൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കാം. ദിവസം ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ നമുക്ക് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം പറയുന്നത് ശരിയാണോ വനജെ? ഇന്ന് നീ വല്ലതും കഴിച്ചായിരുന്നോ? പറയൂ വനജെ. ഇന്നലെ തൊട്ട് ഒരു വക കഴിക്കാൻ കിട്ടിയിട്ടില്ല മാഡം. വീട്ടില് പലചരക്ക് സാധനങ്ങളൊന്നുമില്ല. കാശുണ്ടെങ്കിലല്ലേ വാങ്ങിക്കാൻ പറ്റൂ. വേണ്ട മാഡം. നിനക്കറിയൂ വനജെ, ലോകത്ത് എന്തും നമ്മൾ വേണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തില് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കണ്ണുകളിൽ തളർച്ചയും പട്ടിണിയായിട്ടുള്ള വയറുമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. മിഥുൻ, Yeah.
ഇനി നീ പട്ടിണി കിടക്കാൻ ഞാൻ എല്ലായിടത്തോളം സമ്മതിക്കില്ല. എനിക്ക് തന്ന മാഡം എന്ത് കഴിക്കും? ഒരു നേരം കഴിച്ചില്ല എന്ന് വെച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല. നീ കഴിച്ചേ. സഞ്ജനയും സന്തോഷം തമ്മില് എല്ലാ തരത്തിലും പൊരുത്തമുണ്ട്. അതുപോലെ എന്റെ മോളും വിവേകും തമ്മില് സെറ്റാവുന്നാ തോന്നുന്നേ. നീ എന്തു പറയുന്നു? ഞാനെന്ത് പറയാനാ, നല്ലൊരു കാര്യല്ലേ ഇത്. സത്യത്തിൽ വിവേകിനും സഞ്ജനയ്ക്കും ഇതുപോലൊരു ബന്ധം ഞങ്ങൾക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ നമുക്ക് ആ കല്യാണം ഉടനെ തന്നെ നടത്താം. രാജേശ്വരിയുടെ മോൻ സന്തോഷും സഞ്ജനയും വിവേക്കും അവളുടെ മോളും കൂടിയുള്ള കല്യാണങ്ങളൊന്ന് കഴിഞ്ഞ അവരുടെ സകല സമ്പത്തിനും എന്റെ മോളും മോനും മാത്രമായിരിക്കും അവകാശികൾ. ഹലോ, പ്രിയമതേ, ഞാൻ അരുന്ധതിയാ. എന്തൊക്കെയുണ്ട് അരുന്ധതി? സുഖായിരിക്കുന്നു? സുഖമാണോ അതോ കുഴിമാന്തി വക്കത്ത് ചാകാനിരിക്കുവാണോന്ന് നീ കണ്ടാലല്ലേ അറിയൂ. അരുന്ധതി എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. നിന്നോട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് പ്രിയമതേ. അത്യാവശ്യ കാര്യോ? എന്താ അത്? അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചാലല്ലേ ശരിയാവൂ. നിനക്കെന്തോ തിടുക്കൊണ്ടെന്ന് തോന്നല്ലോ. നേരിട്ട് കാണാനൊന്നും എനിക്ക് തൽക്കാല സമയമല്ല. നീ കാര്യം എന്താന്ന് പറ. അത് ഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാ നേരിട്ട് കാണണോന്നുള്ളത് ഞാൻ പറയാം. ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. പേഴ്സണലായിട്ട് കണ്ടു പറയാനുള്ളതാ. ശരിയെന്നാ, ഇങ്ങോട്ട് വാ, സംസാരിക്കാം. എന്നാ വെക്കുകയാണേ. അരുന്ധതിക്ക് എന്നോട് നേരിട്ട് പറയാനോ മാത്രം എന്തായിരിക്കും കാര്യം? മഞ്ജരി, ലഞ്ച് ടൈം ആയില്ലേ? കഴിച്ചാലോ? നീ പൊയ്ക്കോ മിഥുൻ, ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. ആയിക്കോട്ടെ. കഴിക്കേ. മേഘനന്ദ, യെസ് സർ. താനെന്താ ലഞ്ച് ടൈം ആയിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്? ഞാൻ കഴിച്ചു കഴിഞ്ഞു സർ. എന്നുവെച്ചാ വർക്ക് ടൈമിൽ ലഞ്ച് ബ്രേക്ക് എടുക്കാനാണോ? നല്ല വിശപ്പ് തോന്നിയതുകൊണ്ട് നേരത്തെ പോയി കഴിച്ചു സർ. തന്റെ മനസ്സിലെ നന്മകൾ പോലെ തന്റെ നുണപറച്ചിലും നന്നായിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടിരുന്നു തന്റെ ലഞ്ച് ബോക്സ് വനജയ്ക്ക് കൊടുക്കുന്നത്. താൻ വാ, എന്റെ ലഞ്ചിൽ നിന്ന് ഷെയർ ചെയ്യാം. വാ. ഞാനിങ്ങനെ സാറിനൊപ്പം. എന്തേ, എന്നോടൊപ്പം ഇരുന്ന് കഴിച്ചുകൂടെ? അയ്യോ, അങ്ങനെയൊന്നും അല്ല സർ. അതൊന്നും വേണ്ട സർ, സാർ പോയി കഴിച്ചോ. ഫ്രണ്ട്ലി ആയിട്ട് വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ബോസിന്റെ ഓർഡർ ആണെന്ന് വിചാരിച്ചു. മര്യാദയ്ക്ക് വന്ന് കഴിക്കേ. ഞാൻ വരാം സർ. ഇരിക്കേ.